മലപ്പുറത്ത് വലിയ തോതില് സ്വർണക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയില് പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം, പിടിച്ചെടുത്ത സ്വർണം ആർക്കു വേണ്ടിയാണു കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ കേരള പോലീസിനായിട്ടുണ്ടോ എന്ന് ബൽറാം ചോദിച്ചു. സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചുവെന്നു പറയുന്ന മുസ്ലിം തീവ്രവാദികൾ ആരാണെന്നും ഇവരുടെ തീവ്രവാദ പ്രവർത്തനം എന്തൊക്കെയാണെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദ ഹിന്ദുവിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പരാമർശങ്ങള്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളില് 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും മലപ്പുറം ജില്ലയിൽ നിന്നു മാത്രം പിടിച്ചെടുത്തെന്നും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനായാണ് ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ എന്നാക്കി മാറ്റാനുള്ള ശ്രമമുണ്ടെന്നും അഭിമുഖത്തില് വാദിച്ചിരുന്നു. പിടിച്ചെടുത്ത സ്വർണം ഭൂരിഭാഗവും പോലീസ് തന്നെ അടിച്ചുമാറ്റി ബാക്കിയുള്ളത് മാത്രമേ കണക്കില് കാണിക്കുന്നുള്ളൂവെന്നാണ് ആക്ഷേപമുയരുന്നതെന്ന് ഫേസ്ബുക്ക് കുറിപ്പില് ബൽറാം ചൂണ്ടിക്കാട്ടി. പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ച് ശരിയായ തുടരന്വേഷണം നടത്തി കള്ളക്കടത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതില് പോലീസ് പരാജയപ്പെടുന്നതുകൊണ്ടാണ് ഇത് ജനങ്ങള് വിശ്വസിക്കുന്നത്. പിടിച്ചെന്നു പറയുന്ന ഏതെങ്കിലും ഒരു കേസില് ഈ സ്വർണം ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്ന് അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയധികം പിടിച്ചിട്ടും ഒരു കേസില് പോലും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീളാത്തതെന്തുകൊണ്ടാണെന്നും വിവിധ കേസുകളില് കേന്ദ്ര ഏജൻസികള് നടത്തുന്ന അന്വേഷണം പോലും ഇടയ്ക്ക് വച്ച് വഴിമാറുന്നത് എന്തുകൊണ്ടാണെന്നും വി.ടി. ബൽറാം ചോദിച്ചു. വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവില് പറയുന്ന കാര്യങ്ങള് പലതും അദ്ദേഹം തന്നെ കൂടുതല് വിശദീകരിക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ എന്നാക്കി മാറ്റാനുള്ള ശ്രമമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിലാപത്തിന്റെ അടിസ്ഥാനമെന്താണ്? കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഇങ്ങനെ എത്ര മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് നെതിരെ പിണറായി വിജയൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ആരൊക്കെയാണ് ആ തീവ്രവാദികള്? എന്തെല്ലാമാണ് അവരുടെ തീവ്രവാദ പ്രവർത്തനം? പേര് സഹിതം പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താമോ? 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല അനധികൃത പണവുമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ നിന്നു മാത്രം പിടിച്ചിട്ടുള്ളത്. ഇതിലെ ഏതെങ്കിലും ഒരു കേസില് ഈ സ്വർണം ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്ന് അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? 1-2 കേസിലാണെങ്കില് പ്രതികള് സഹകരിച്ചില്ല എന്ന് പറയാം. പക്ഷേ ഇത്രയധികം കേസ് പിടിച്ചിട്ടും ഒരു കേസിലും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീളാത്തതെന്തേ? പിടിച്ചെടുത്ത സ്വർണം ഭൂരിഭാഗവും പോലീസ് തന്നെ അടിച്ചുമാറ്റി ബാക്കിയുള്ളത് മാത്രമേ കണക്കില് കാണിക്കുന്നുള്ളൂ എന്നതാണല്ലോ ഉയർന്നുവന്നിട്ടുള്ള ആക്ഷേപം. ഇത് ജനങ്ങള് വിശ്വസിക്കുന്നത് പോലീസ് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ച് ശരിയായ തുടരന്വേഷണം നടത്തി കള്ളക്കടത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതില് പരാജയപ്പെടുന്നതുകൊണ്ടല്ലേ? ചോദ്യചിഹ്നം. ഇവ കേരളത്തില് എത്തുന്നത് സംസ്ഥാനത്തിന്റെ താൽപര്യത്തിന് എതിരായും അതുവഴി രാജ്യത്തിന് എതിരെയുമുള്ള പ്രവർത്തനങ്ങള് നടത്താനുമാണ്. ഒരു സംശയവുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇടപെട്ട കേസുകളെ പോലും ഒരു ലോജിക്കല് കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നതില് പരാജയപ്പെടുന്നത്? വിവിധ കേസുകളിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ഇടയ്ക്ക് വച്ച് ട്രാക്ക് മാറുന്നത് എന്തുകൊണ്ട്? ചോദ്യചിഹ്നം. കേരളത്തില് ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന് ഏറ്റവും കൂടുതൽ സഖാക്കളെ നഷ്ടപ്പെട്ട പാർട്ടിയാണ് CPM. പാവപ്പെട്ട സഖാക്കളെക്കുറിച്ചുള്ള ആക്ഷേപം. അവരുടെ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷിത്വങ്ങളുടെയും മറവില് പിണറായി വിജയനും കുടുംബവും നടത്തുന്ന സംഘപരിവാർ പ്രീണനത്തെക്കുറിച്ചാണ് ആക്ഷേപം. രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുള്ള ഇമോഷണല് ബ്ലാക്ക്മെയിലിംഗ് അവസാനിപ്പിച്ച് ഭരണത്തലപ്പത്തുള്ളവരുടെ RSS ബന്ധത്തെക്കുറിച്ചുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാമോ? ചോദ്യചിഹ്നം. നാളുകളായി ന്യൂനപക്ഷം UDFന്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ LDFനെ പിന്തുണക്കുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പില് UDFന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ RSSനെതിരെ മൃദുവായ സമീപനമാണ് CPM എടുക്കുന്നത് എന്ന് വരുത്തിത്തീർക്കുകയാണ് ലക്ഷ്യം. ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെയുമൊക്കെ അഭൂതപൂർവമായ പിന്തുണയോടെയാണ് 20-18 സീറ്റിലും UDF വൻ വിജയം നേടിയത്. പിണറായി വിജയനിലോ CPMലോ ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളും പ്രതീക്ഷയർപ്പിക്കുന്നില്ല. CPM RSS അവിശുദ്ധ ബാന്ധവത്തെക്കുറിച്ചുള്ളത് കേവലം ആക്ഷേപമല്ല, വ്യക്തമായ വസ്തുതകൾ വച്ചുള്ള കേരളത്തിന്റെ ബോധ്യമാണ്. രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിന് കൂട്ടുനിന്ന് വർഗീയ വിഭജനം നടത്താൻ വേണ്ടി ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളും പണിയെടുക്കുന്നുണ്ട്. ചോദ്യചിഹ്നം.
CPM RSS കൂട്ടുകച്ചവടവും തൃശൂർ പൂരം കലക്കലുമൊക്കെ കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടായത് BJPക്കാണ്. പിണറായി കുടുംബത്തിന് വ്യക്തിപരമായ നേട്ടവും ഉണ്ടായിട്ടുണ്ട്. നഷ്ടം മതേതര കേരളത്തിന്.